ഹായ് ഷമീം സാറാണ്. ഇന്ന് മാഷ് എന്താ പറഞ്ഞുതരാൻ വന്നതെന്ന് അറിയോ? നമ്മുടെ മൂന്നാമത്തെ ചേട്ടന് മുമ്പത്തെ വർഷങ്ങളിലേക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ മാഷ് വന്നത്. അപ്പൊ എല്ലാ മക്കളും അതിന് റെഡിയാണോ? എല്ലാവരും റെഡിയാണല്ലേ? അപ്പൊ മാഷ് തുടങ്ങുകയാണേ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ ഇൻ ദി അബോവ് ഫിഗർ. മുകളിൽ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടെത്താനാ. റെക്ടാംഗിളിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്തുക? നീളവും പിന്നെ വീതിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ കിട്ടൂലേ? അപ്പൊ ലെങ്ത് എന്താ? 15, പിന്നെ ബ്രെഡ്ത്ത് 1. 15 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 15 തന്നെ. അപ്പൊ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്ടാംഗിളിന്റെ ഏരിയ. അങ്ങനെ അടുത്ത ചോദ്യം എന്താ? If the rectangle is divided into 4 rectangles of equal area, find the ഏരിയ ഓഫ് സ്മാൾ റെക്ടാംഗിൾ. എന്താ പറഞ്ഞത്? ഈ റെക്ടാംഗിളിനെ ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളാക്കിയാൽ അതിൽ ഒരു കഷ്ണത്തിന്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചത്. ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളാക്കിയാൽ അതിൽ ഒരു കഷ്ണത്തിന്റെ ഫ്രാക്ഷൻ എന്താ? 1/4 അല്ലെ? 4/1 ഒരു കഷ്ണം. അപ്പൊ ഒരു കഷ്ണത്തിന്റെ ഫ്രാക്ഷൻ 1/4. അത് നമുക്കറിയാലോ. അപ്പൊ 15 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള റെക്ടാംഗിളിന്റെ 1/4 എന്താ? എങ്ങനെ കാണാം? 15 1/4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? 15 × 1/4 ചെയ്താൽ മതി. 15 × 1/4 എത്രേ? 15/4. അപ്പൊ ഒരു കഷ്ണത്തിന്റെ ഏരിയ എന്താ? 15/4 സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലോ. അങ്ങനെ നോക്കിക്കേ അടുത്ത ചോദ്യം. If 12 such small rectangles are put together, find the total area. എന്താണ് പറഞ്ഞത്? 15/4 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ആ ചെറിയ കഷ്ണം റെക്ടാംഗിൾ ഉണ്ടല്ലോ, അതുപോലത്തെ 12 എണ്ണം ഒരുമിച്ച് ചേർത്ത് വെച്ചാല് അതിന്റെ ആകെ ഏരിയ എന്തായിരിക്കുന്ന നോക്കിക്കേ. അങ്ങനത്തെ 2 എണ്ണം വെച്ചാൽ എന്താ? 2 പ്രാവശ്യം 15/4 കൂട്ടിയത് അല്ലേ? 3 എണ്ണം വെച്ചാല് 3 15/4, 4 എണ്ണം വെച്ചാല് 4 15/4. അപ്പൊ അങ്ങനത്തെ 12 എണ്ണം വെച്ചാല് 12 തവണ 15/4 കൂട്ടിയതാണ് അതിന്റെ ടോട്ടൽ ഏരിയയില്. അങ്ങനെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഒരു സംഖ്യനെ ആവർത്തിച്ച് കൂട്ടുന്നതിന് പകരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 12 തവണ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 12 × 15/4 ചെയ്താൽ പോരെ? 12 × 15/4 എന്താ? 180/4. 180/4 എന്താ? 180 / 4 എന്താ? എന്താണ്? 45. അപ്പോ അങ്ങനെ 12 എണ്ണം ചേർത്ത് വെച്ചാല് അതിന്റെ ആകെ ഏരിയ 45 ആണ്. 45 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ഏരിയ. അപ്പോ 45 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ടോട്ടൽ ഏരിയ. അങ്ങനെ നോക്കി അടുത്ത ചോദ്യം എന്താ? അടുത്തത് ഇത് ഇവിടെ ഒരു വെസൽ തന്നിട്ടുണ്ട്. ആ വെസലിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. അത് എത്ര ലിറ്റർ ആണ് ആ ഓറഞ്ച് ജ്യൂസ്? 3 ലിറ്റർ. ഈ 3 ലിറ്ററുള്ള ഓറഞ്ച് ജ്യൂസിന് ഇത് 4 ബോട്ടിലോട്ട് തുല്യമായിട്ട് ഒഴിച്ചാൽ അപ്പൊ ഒരു ബോട്ടിലിന്റെ ഫ്രാക്ഷൻ എന്താ? ഇത് നോക്കി. വെസലിന്റെ 1/4 ഉള്ള ഒരു ബോട്ടില്, വെസലിനെ 4 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമല്ലേ ഒരു ബോട്ടില്. അപ്പൊ വെസലുള്ളത് 3 ലിറ്റർ ആണെങ്കിൽ 3 ലിറ്ററിന്റെ 1/4 എന്താ? 3 ലിറ്ററിന്റെ 1/4 കൊണ്ട് എങ്ങനെ കാണാം? 3നെ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 3 × 1/4 ചെയ്താൽ പോരെ? 3 × 1/4 എന്താ? 3/4. അപ്പൊ ഒരു ബോട്ടിലുള്ളത് 3/4 ലിറ്റർ. ഒരു ബോട്ടിലുള്ളത് 3/4 ലിറ്റർ ആണ്. 3/4 ലിറ്റർ 3/4 ലിറ്റർ 3/4 ലിറ്റർ. ഓരോ ബോട്ടിലുള്ളതും 3/4 ലിറ്റർ. അങ്ങനെ 4 3/4 ലിറ്റർ ചേർന്നതാണ് 3 ലിറ്റർ അല്ലെ? അത് നമ്മൾ കണ്ടെത്തി. അപ്പൊ ഒരു ബോട്ടിലുള്ളത് 3/4 ലിറ്റർ നമ്മൾ കണ്ടെത്തി. അങ്ങനെ അടുത്ത ചോദ്യം എന്താ? ഈ 3/4 ലിറ്ററുള്ള, അതായത് ഒരു ബോട്ടിലുള്ള ഓറഞ്ച് ജ്യൂസിനെ 3 കപ്പിലോട്ട് തുല്യമായിട്ട് ഭാഗിച്ചാൽ ആ കപ്പിൽ എത്ര ലിറ്റർ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവുന്ന എങ്ങനെ കണ്ടെത്താ? ഈ 3/4 ലിറ്ററിനത് 3 ഭാഗങ്ങളാക്കിയത് ഒരു ഭാഗയിൽ ഒരു കപ്പ്. 3/4ന്റെ 1/3 അല്ല ഒരു കപ്പ് അല്ലെ? 3/4 ലിറ്ററിനെ 1/3 കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 3/4 ലിറ്ററിന്റെ 1/3 കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 3/4 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3/4 1/3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടും? 3/12 കിട്ടും. ഓരോ കപ്പിലുള്ളത് 3/12 ലിറ്റർ ആണ്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. ഏറ്റവും ലാസ്റ്റത്തെ ചോദ്യം എന്താ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഓറഞ്ച് ജ്യൂസ് ഇൻ വെസൽ ഡസ് ഈച്ച് കപ്പ് കണ്ടെയ്ൻ? നമ്മുടെ വെസലുള്ള ഓറഞ്ച് ജ്യൂസിന്റെ എത്ര ഭാഗമാണ് ഈ കപ്പ് ഉള്ളതെന്ന് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതണം. എങ്ങനെ എഴുതാ നോക്കിക്കേ. വെസലുള്ള ഓറഞ്ച് ജ്യൂസിനെ 4 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് നമ്മളെ ഈ ബോട്ടിലുള്ളത്. അപ്പൊ 4 ഭാഗങ്ങളാക്കിയത് ഒരു ഭാഗത്തിന്റെ 3 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമല്ലേ നമ്മളെ കപ്പിലുള്ളത്.
1/4ന്റെ 1/3 അല്ലേ ഒരു കപ്പ് ഉള്ളത്. അപ്പൊ 1/4ന്റെ 1/3 എങ്ങനെ കാണാം? നമ്മുടെ വെസലിന്റെ 1/4ന്റെ 1/3 അല്ലേ ഈ കപ്പ് ഉള്ളത്. അപ്പോ 1/3 ഓഫ് 1/4, അതായത് 1/4ന്റെ 1/3. 1/4ന്റെ 1/3 കാണാൻ എന്ത് ചെയ്താൽ മതി? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? നമ്മൾ ലൈവ് കണ്ട എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. അപ്പൊ 1/4 1/3 മൾട്ടിപ്ലൈ ചെയ്താൽ എത്രേ? 1/4 1/3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1/12 കിട്ടും. അപ്പൊ വെസലുള്ള ഓറഞ്ച് ജ്യൂസിന്റെ 1/12 ഭാഗമാണ് നമ്മുടെ കപ്പിലുള്ളത്. ഇതിന്റെ ഉത്തരമൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തല്ലോ അല്ലെ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഷെഫ് 3 പഠിച്ച എല്ലാവർക്കും ഉത്തരം ചെയ്താലോ. നമ്മളെ കൂടെ നമ്മുടെ ലൈവ് കണ്ട എല്ലാവർക്കും ഇതിന് ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടല്ലോ, പെട്ടെന്ന് കിട്ടല്ലോ അല്ലെ? അപ്പൊ ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ ലൈവ് കാണണേ. നമ്മുടെ ലൈവ് സെക്ഷനിൽ ഈ ചാപ്റ്ററിന്റെ ഒക്കെ ലൈവ് കാണാം. അപ്പൊ എല്ലാ മക്കളും അത് കാണാം. പിന്നെ മാഷ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷ് ഇനി വരും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുപോലെ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ. അപ്പൊ മാഷ് ഇനി നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.